മോർണിംഗ്. ഇല്ല, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഇന്ന് ബി മാജിക് IIM ക്ലബിന്റെ 2245 ദിവസത്തെ ദിവസമാണ്. ഈ ദിവസത്തിൽ ദ ജോയ് ഓഫ് ബീയിങ് സെൽഫിഷ് എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കാനായി NLP സർട്ടിഫിക്കറ്റ് ട്രെയിനറായ പ്രവീണ മാമിനെ സ്വാഗതം ചെയ്യും. മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും മോർണിംഗ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു പക്ഷെ ഈ ഒരു ടോപ്പിക് കണ്ടപ്പോ നിങ്ങൾക്കും ഒരു സംശയമോ എന്തെങ്കിലുമൊക്കെ തോന്നിയിരിക്കാം. ദ മാജിക് ഓർ ദ ജോയ് ഓഫ് ബീങ് സെൽഫിഷ്. അതായത് സെൽഫിഷ് ആവുക എന്ന് പറയുമ്പോൾ അത് ആകുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് രീതിയിൽ എന്നതിലുപരി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു സെൽഫിഷായി മാറുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിലേക്ക് ഒരു റിയലൈസേഷൻ. ഒരു പക്ഷെ ഇതെല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും കൂടിയാണ്. ഒരിക്കലും നമ്മളത് ചെയ്യാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഞാൻ നല്ലൊരു വ്യക്തിയാണ്, കാരണം ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. ഒരു ഫോൺ കോൾസ് എടുത്താൽ പോലും എനിക്ക് പറ്റാത്തൊരു സമയത്താണെങ്കിൽ പോലും ഞാൻ കഷ്ടപ്പെട്ട് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. ചില സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും, യെസ് മൂളും. ചില സമയത്ത് ചിലവരെ ഡിസപ്പോയിന്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇവിടെയൊക്കെ ചെയ്യാനൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് തോന്നും അത് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അതിന് പോയത് കൊണ്ട്, അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, എനിക്ക് വല്ലാതെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്തു, ഐ എം നോട്ട് ഹാപ്പി. ഇതൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു നോ പറയണ്ടേ എന്ന് പേടിച്ച് യെസ് പറഞ്ഞപ്പോഴും എല്ലാത്തിനും ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയപ്പോ ഞാൻ അവർക്കൊക്കെ പ്ലീസിങ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ പ്ലീസിങ് അല്ല. ഞാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള റിയലൈസേഷൻ ഉണ്ടെങ്കിലും ഇതെന്താണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒരു സംശയം തോന്നും. അവിടെയാണ് ദ ജോയ് ഓഫ് ബീങ് സെൽഫിഷ് എന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറീസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ബൗണ്ടറീസ് ഫിക്സ് ചെയ്യണം. ആ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫീൽ എങ്കിലും പിന്നീട് നമുക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് നൽകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നപ്പോ ഒരു ടേബിൾ മാനേഴ്സ് എന്ന് പറയും പൊതുവെ. അതായത് ഇപ്പൊ ഒരു 4 പേര് ഒരു ടേബിളിൽ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ 3 പേര് ഒരേ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു വിചാരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും, അപ്പൊ അവർക്കൊക്കെ അപ്പം ചിലവരെന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളതിന് എല്ലാവർക്കും അപ്പൊ നാലാമത്തെ ഒരാളോട് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാതെ പറയും എല്ലാവർക്കും ഒരു മസാല ദോശ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മസാല ദോശ ഇഷ്ടമില്ല, എന്നിട്ട് നമ്മൾ എല്ലാരും അതല്ലേ കഴിക്കുന്നത്, അപ്പൊ നമുക്കും പറഞ്ഞേക്കാം ഓക്കെ. പക്ഷെ അത് നമുക്ക് കഴിച്ചൊരു ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ അവിടെ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യണം. അതെനിക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് കാരണം, അതായത് എനിക്ക് ഈ മസാല ദോശയോ നെയ്റോസ്റ്റോ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് കഴിച്ചാലും എനിക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. കാരണം അത് ഉണങ്ങി വരുന്നതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഐ ഫീൽ ഡിസ്കംഫർട്ട് ഇൻ മൈ സ്റ്റൊമക്ക്. എനിക്ക് വയറിൽ ചില ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ തോന്നും. പ്രത്യേകിച്ച് യാത്രയിലൊക്കെ ആണെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ട് പൊതുവെ ഞാനത് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിളിൽ ഇരുന്ന് എല്ലാവർക്കും മസാല ദോശ മതി, അപ്പൊ എനിക്ക് മസാല ദോശ കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ബൗണ്ടറീസ് ഫിക്സ് ചെയ്തേ പറ്റും. അപ്പൊ അവരോട് പറയേണ്ട കാര്യം എനിക്ക് ഇത് വേണ്ട. കാരണം അപ്പൊ നമുക്ക് പറയും ഇത് കഴിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് പറയേണ്ട അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ അത് അത്തരം ഒരു ഗെറ്റ് ടുഗദറിലോ അല്ലെങ്കിൽ അത്തരം ഒരു മീറ്റപ്പിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അവർ നമ്മളോട് ചോദിക്കും ഇത് കഴിക്കാൻ പറ്റുമോ. കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഒരു ബൗണ്ടറീസ് അവിടെ സെറ്റ് ചെയ്തു, കാരണം എനിക്ക് ഇതേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അവർ നമ്മളോട് ഒരു സജഷൻ നമ്മളോട് ചോദിക്കും.
ആ ചോദിക്കുന്നതിന് നമുക്ക് കംഫർട്ട് മാത്രമല്ല നമ്മുടെ ആരോഗ്യം കൂടി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. എല്ലാവരും ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാനും അത് കഴിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കത് പറയാം, എനിക്കൊരു ചായ മതി. പലപ്പോഴും അങ്ങനെയുള്ള ജങ്ക് ഫുഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്ന ഒരു ഒരു ഡിസിഷൻ കൂടിയാണ്. എല്ലാവർക്കും അത് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അത് കുറെ കാലമായിട്ട് ജങ്ക് ഫുഡ് നിർത്തിയ ഒരാളെന്ന് വെക്കും. നമുക്ക് എന്ത് ചെയ്യാം? എനിക്കൊരു ജ്യൂസ് മതി മതി നമുക്കതിൽ ഒതുക്കാം. അല്ലെങ്കിൽ എനിക്കൊരു ടീ അല്ലെങ്കിൽ ഒരു കോഫി മതി. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുകയും ചെയ്യും, ഒപ്പം നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യും. അവിടെ സെൽഫിഷ് ആവുന്നതുകൊണ്ട്, എന്റെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട്, അതായത് ഇത്തിരി സെൽഫിഷ് ആയാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡാണ്. നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ധൈര്യം കൂടിയാണ്. ഇതല്ലാതെ എല്ലാവരും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ ഒരുപാട് കാലങ്ങളായി മാറ്റി വെച്ചൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നമ്മൾ ആവശ്യമില്ലാതെ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പൊ അത്തരം ബൗണ്ടറീസ് ആണ് ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പക്ഷേ, കേൾക്കുന്നുണ്ടോ? നമുക്ക് ആദ്യം തോന്നുന്നത് വെച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും എന്നൊരു ഫീൽ നമുക്ക് വരാം. പക്ഷെ ബൗണ്ടറീസ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എപ്പോഴും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞങ്ങളുടെ മീറ്റിംഗിലെങ്കിലും ശരി, അദ്ദേഹം ഈ റൈസ് അങ്ങനത്തെ കുറെ കാലങ്ങളായിട്ട് ചില ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കും. പക്ഷെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്താണെന്ന് ചെയ്യാൻ, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവരിച്ചിട്ടുണ്ടാവും ആ മീറ്റിംഗിലേക്ക് അടുത്ത. അപ്പൊ അദ്ദേഹം എപ്പോഴും ആവശ്യമുള്ളവർക്കൊക്കെ എല്ലാതും വാങ്ങിക്കൊടുക്കും. പക്ഷെ എനിക്ക് ഇത് കഴിക്കാൻ പറ്റില്ല, കാരണം കുറെ കാലങ്ങളായിട്ട് ഞാൻ ഇതൊക്കെ മാറ്റി വെച്ച് ഒരുപാട് മരുന്നുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇപ്പൊ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് മടങ്ങി വരുന്ന സമയമാണ്. അപ്പൊ ഇത് കഴിച്ചാൽ എനിക്കത് ഡിസ്റ്റർബൻസ് ആവും. നിങ്ങൾ കഴിച്ചില്ല, എന്തെങ്കിലും ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും, അത് മതി. അപ്പൊ അദ്ദേഹം അവരുടെ അപ്പൊ എപ്പോഴും പിന്നീട് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ സാറിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കാറേ ഇല്ല. കാരണം സാർ എപ്പോഴും ആ ഒരു കൃത്യമായിട്ടുള്ള ഫുഡ് ഡിസിപ്ലിൻ. അപ്പൊ അദ്ദേഹം തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പൊ നെക്സ്റ്റ് ടൈം മുതൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആരും പിന്നെ അതിനെ കുറിച്ച് ചോദിക്കാനൊന്നും മെനക്കെടില്ല, കാരണം സാർ അത് കഴിക്കില്ല. അപ്പൊ ബൗണ്ടറീസ് ഓൾറെഡി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് പിന്നീട് മീറ്റിംഗിൽ ഉണ്ടാകുന്ന സംസാരം എന്താന്ന് വെച്ചാൽ സാർ എപ്പോഴും ഹെൽത്തിനെ കുറച്ച് കൂടുതൽ കോൺഷ്യസ് ആവുന്നെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ അതുകൊണ്ടാണ്. അപ്പൊ സാർ തന്നെ പറയാം, അതുകൊണ്ട് എനിക്ക് ഷുഗറിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ല. മുന്നേ ഒരു 10-20ഓളം ഗുളികകൾ കഴിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും പിന്നെ അതൊരു പ്രശ്നമില്ല. കാരണം അദ്ദേഹം എല്ലാവരുടെ ഇടയിലും അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. അപ്പൊ ഇതാണ് ബൗണ്ടറി. അപ്പൊ അവിടെ ഹെൽത്തിയർ റിലേഷൻഷിപ്പ് ആണ്. സോ ഹീസ് കെയറിങ് അബൌട്ട് ഹിസ് ഹെൽത്ത് ബിക്കോസ് ഹി ഗോൺ ത്രൂ സോ മച്ച് ഡിഫിക്കൽട്ടീസ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഹെൽത്ത് പ്രോബ്ലംസിലൂടെ കടന്ന വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അത്തരം ബൗണ്ടറീസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പൊ ബൗണ്ടറീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ എനിക്കത് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സെയിങ് നോ. നോ എന്ന് പറയുന്ന ഒരു സാധനം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. ഇറ്റ് ഡസൻ റിക്വയർ എ ഗിൽറ്റ്. അതിനൊരിക്കലും നമുക്ക് വിഷമോ നമുക്കൊരു അയ്യോ ഞാനത് പറഞ്ഞു പോയല്ലോ എന്ന് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. നോ എന്ന് പറഞ്ഞാൽ നോ, ദാറ്റ്സ് ഓൾ. എനിക്കത് വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, എനിക്കിത് ശരിയാവില്ല എന്ന് പറയാനുള്ള ധൈര്യം അത് ആർജിച്ചെടുക്കേണ്ടത് തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അതല്ലേ, യെസ് പറയും. എനിക്ക് വേണ്ട, എന്നാലും എല്ലാവരുടെ ഇത് എങ്ങനെയാ പറയാന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? യെസ് അങ്ങ് മൂളും, നോ പറയില്ല. പക്ഷെ അത് പറയാൻ ആർജിച്ചെടുക്കുന്ന ധൈര്യം ചിലവരുടെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ തന്നെ എപ്പോഴും അന്തം വിട്ട് പോയിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഇവർക്ക് ഇത് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്നുള്ളത്. ചില സമയത്ത് എനിക്കാണെങ്കിൽ പോലും ഈ നോ പറയാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്.
പിന്നീട് അത് ഇപ്പൊ പഠിച്ചുകൊണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള നമ്മളൊന്ന് ഫ്രീ ആകുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു കിട്ടുന്ന ഒരു റിലീഫ്, ദാറ്റ്സ് വളരെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ആ നോ പറഞ്ഞു കഴിഞ്ഞു. അവിടെ സെൽഫിഷ് ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന അർത്ഥത്തിലേക്കല്ല, മറിച്ച് നമ്മുടെ കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്കാണെങ്കിലും എന്റെ ജോലിയിൽ ചില സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് ചില കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ അതെന്തെങ്കിലും രണ്ടു മൂന്ന് പ്രാവശ്യം അത് എന്നോട് അത്തരത്തിൽ ഒരു വ്യക്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് ആ വ്യക്തിയോട് പിന്നെ പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അവർക്ക് അത് പ്രശ്നമായിട്ട് മാറി, അല്ലെങ്കിൽ അതൊരു മറ്റൊരു രീതിയിൽ എടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഡയറക്ടർ ബോർഡിൽ ഒരു വ്യക്തിയോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം ഇതുവരെ ഇത്തരത്തിലൊരു സംസാരങ്ങൾ തുടർന്നാൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഐ വോണ്ട് കണ്ടിന്യൂ എന്ന് തന്നെ കൃത്യമായിട്ട് ഡയറക്ടർ ബോർഡിൽ ഞാൻ അത് അവതരിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് പിന്നീട് എന്ത് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോഴും എനിക്ക് ഈ ഒരു ചാനൽ, മറിച്ച് ഇത് വളഞ്ഞു പോകുന്നത് ഒരു ചാനലിൽ കൂടെ പോകാതെ ഡയറക്ടർ ബോർഡിലേക്ക് പോകാനുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം അവിടെ ഞാൻ നോ പറഞ്ഞു, ഇത്തരത്തിലുള്ള സംഭാഷണം എനിക്ക് സ്വീകാര്യമല്ല, അതല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ഇത്തരത്തിലാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവിടെ നോ പറയേണ്ടത് നോ തന്നെ പറഞ്ഞപ്പോ എന്തായി, ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു മുന്നേ കാര്യങ്ങൾ ഡയറക്ടർ ബോർഡിൽ എത്തിക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഓപ്പൺ ആയിട്ട് ഇതിന് ഞാൻ നിന്ന് തരില്ല എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ ബോർഡിലേക്കുള്ള വഴി എനിക്ക് എന്ത് ചെയ്തു, ഒരു പുതിയ ഗേറ്റ് തുറന്നു തന്നു, നേരെ ഡയറക്ടർ ബോർഡിൽ കയറാൻ ഒരു വഴി കിട്ടി. അത് എന്തുകൊണ്ടാണ്, എനിക്കത് പറ്റില്ല, ഇത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത്തരം സംഭാഷണത്തിന് ഞാൻ നിന്ന് തരില്ല എന്ന് കൃത്യമായി പറഞ്ഞതുകൊണ്ടാണ്. അവിടെ പറയുന്നിടത്താണ് നമുക്ക് പുതിയ ഡോസ് ഓപ്പൺ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി റെസ്പെക്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്നർത്ഥം. കാരണം ഇന്റൻഷൻ കറക്റ്റ് ആണ്, പക്ഷെ അത് പറയുമ്പോൾ ഒരു വ്യക്തി അത് മറ്റൊരു രീതിയിൽ എടുക്കുന്നുണ്ട്, അത്തരം കമ്മ്യൂണിക്കേഷൻ ആണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നതെങ്കിൽ അവിടെ നോ പറയണമെങ്കിൽ നോ പറയേണ്ടത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് അവരെന്തും പറഞ്ഞാൽ നമ്മൾ കേട്ടോളണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മിണ്ടില്ല, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയില്ല. അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ നമ്മുടെ താഴേക്കുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പവർ കുറഞ്ഞ് നമുക്ക് കൂടുതൽ പവർ ഉള്ളിടത്ത് നമ്മൾ കൃത്യമായി നോ പറയുകയും ചെയ്യും. പക്ഷെ പവർ കൂടുതലുള്ളിടത്ത് നമ്മൾ നോ പറയോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ പറയില്ല, നമ്മളത് സഹിച്ചും ക്ഷമിച്ചിരിക്കും. അപ്പൊ പവർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിലും നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക. നമുക്കത് ആ സംസാരം കൊണ്ട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ആ ഡിസ്റ്റർബൻസ് കൊണ്ട് താങ്ങി പിടിച്ച് നടക്കുകയാണ് എപ്പോഴും, എന്തിനാണ് അതിന്റെ ഒരു ആവശ്യം? അപ്പൊ അവിടെ സെൽഫിഷ് ആകേണ്ടടുത്ത് സെൽഫിഷ് ആയേ പറ്റൂ. അതെന്ത് ഹയർ പവർ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പീപ്പിൾ പ്ലീസിങ്, ദാറ്റ്സ് വെരി ഡിഫിക്കൽട്ട് പ്രോസസ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. പകരം നമുക്കും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളും ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ജോയ് ഓഫ് സെൽഫിഷിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഒരു ഫോൺ കോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ ടൈം വർക്ക് ടൈമിൽ പല ക്ലയൻസും ഫോണുകൾ വിളിക്കുന്നുണ്ടാവും ഒരു ഓഫീസിലേക്ക്. അപ്പൊ നിരന്തരമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഫ്രണ്ടാണ് ഈ ഫോൺ കോള് അറ്റൻഡ് ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സിന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡിലെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അപ്പൊ അവരെന്ന് വെച്ചാൽ പലപ്പോഴും ഈ കസ്റ്റമേഴ്സിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തൊരവസ്ഥയുണ്ടായി. അപ്പൊ ഇത് ബിസിനസിനെ ബാധിക്കുക മാത്രമല്ല, ഇത് ആ ബിസിനസ്സിലുള്ള കണക്റ്റഡ് ആയ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടി ബാധിക്കാൻ തുടങ്ങി. പലതവണ തന്റെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആളോട്, ഒരു ടെലികോളർ എന്ന് വേണമെങ്കിൽ പറയാം, അവരോട് പലപ്പോഴും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ആദ്യമൊക്കെ നല്ല രീതിയിൽ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പറയാൻ ഒരു ബുദ്ധിമുട്ട്, ഇത് പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യില്ലേ. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാൻ തുടങ്ങി. പിന്നീട് ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിപ്പാർട്ട്മെന്റിലെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഈ വ്യക്തി ആ കമ്പനിയിലോട് എന്ത് ചെയ്തു, ഡയറക്ട്ലി എന്ത് ചെയ്തു, ഇനി ഇത് സഹിക്കാൻ പറ്റില്ല,
നേരിട്ടണം. ഇതുവരെ തന്റെ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച് അവരെ പ്ലീസ് ചെയ്ത് അവർക്ക് വിഷമം ഉണ്ടാക്കുമല്ലോ, ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അതങ്ങനെ ലൂസായി വിട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതൊരു പരിധിക്കപ്പുറം ആയപ്പോ ഇത് തന്റെ കരിയറിനെ കൂടി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്ത് ചെയ്തു, ഇതിപ്പോ അവരെ ബോധിപ്പിക്കാനൊന്നും അവരെ പ്ലീസ് ചെയ്യാനൊന്നും നിൽക്കാതെ നേരെ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചു. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തന്റെ ഫ്രണ്ട് പോലും തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: അത് റിപ്പോർട്ട് ചെയ്തത് നന്നായി, കാരണം ഇപ്പൊ ഞാൻ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടുണ്ട്. കാരണം നീ പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അതിനെ സീരിയസ് ആയി കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ പല പ്രശ്നങ്ങളും വന്നത് എന്റെ കയ്യിലുള്ള ഒരു ഫോൾട്ടാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇപ്പൊ അത് നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരോട് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് വളരെ വിഷമം തോന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നല്ല വ്യക്തിയായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ദാറ്റ് ആക്ടിവിറ്റി. പലപ്പോഴും ആദ്യമൊക്കെ ഇത് ഞാൻ ഈ ഒരു ജോയ് ഓഫ് സെൽഫിഷ് എന്നൊരു പുസ്തകത്തിൽ ഒരു 2 വർഷം മുന്നേ വായിച്ച ഒരു പുസ്തകം കൂടിയാണ്. ഇപ്പൊ അത് രണ്ടാമത് ഒരു ചാനലിൽ കൂടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നുകൂടി ഓർത്തെടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത് പോലും. അന്ന് മുതൽ ഈ ഒരു തരത്തിൽ, അതായത് പ്ലീസിങ് അവിടെ നിർത്തി. ഇപ്പൊ ഓഫീസിലാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിലും അവരെ പ്ലീസ് ചെയ്യുന്ന സംഭവം നിർത്തിയത് മുതൽ എനിക്ക് എന്നുള്ളതാണ് ഒരു fact. കാരണം അവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ആ പ്ലീസിങ് എന്നൊരു ഫാക്ടർ ഏത് കൂടിയാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ മണി സാറേ, ഹലോ കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആകുന്നുണ്ട്, ബ്രേക്ക് ആവുന്നു. ക്ലിയർ ആകുന്നില്ല ചില സമയത്ത്. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ എനിക്ക് തോന്നുന്നു റേഞ്ച്. ആ ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു മാം. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോ ഇത്തരം ഒരു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എവിടെയെങ്കിലും പബ്ലിക് പ്ലീസിങ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ വീടുകളിൽ പോലും നമ്മളത് ചെയ്യുന്നുണ്ടാവും. ഇത് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് എന്ത് വിചാരിക്കും, ഇത് പറഞ്ഞാൽ എന്റെ വൈഫ് എന്ത് വിചാരിക്കും, പക്ഷെ അവർ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ഒന്നെങ്കിൽ പറയാതിരിക്കും, അല്ലെങ്കിൽ അത് മറ്റു രീതിയിൽ പറയാനുള്ള ശ്രമം നടത്തും. പക്ഷെ നമ്മളോട് തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ പ്ലീസിങ് എന്നതിലുപരി അത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പ്ലീസിങ് അല്ല ചെയ്യേണ്ടത്, കാര്യങ്ങൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം അത് കുറച്ചും കൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരാനും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ടീച്ച് പീപ്പിൾ ഹൗ ടു ട്രീറ്റ് യു. നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അവരെ പഠിപ്പിക്കണം എന്നർത്ഥം. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഓഫീസിലാണെങ്കിലും ഒരു കുറി, അതായത് ഒരു മന്ത്ലി എന്താ പറയാ, അവര് തന്നെ ഓഫീസിൽ തന്നെ ഒരു കുറി അവർ എന്ത് ചെയ്യണം, അവിടെ ഒരാളെ ഏൽപ്പിക്കണം. എന്നിട്ട് അത് ഓണത്തിനോ വിഷുവിനോ ആണ് നറുക്കെടുത്തത്. അത് വലിയൊരു എമൗണ്ട് ആക്കിയിട്ട് ആ സമയത്ത് സ്പെൻഡ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോ ഇത് ഞാൻ ഇവര് സ്റ്റാർട്ട് ചെയ്ത കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇതൊരു ഡെസിഷൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയുണ്ട്, അപ്പൊ 1000 രൂപ ഈ മാസം തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്റെ ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട്, അതായത് എനിക്ക് അത്യാവശ്യം കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ഓരോ ലോണുകളുണ്ട്. അപ്പൊ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഏകദേശം ഒരു 10 പേരുണ്ട്. അപ്പൊ 10 പേര് കൂടി ഒരു 1000 രൂപ എടുക്കാന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് ഓണത്തിനോ വിഷുവിനോ എടുക്കാം. ശരിയാണ്, അവർ പറയുന്നത് നല്ല കാര്യമാണ്. അവിടെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ എന്റെ ഫിനാൻഷ്യൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് എഴുതി നോക്കിയപ്പോൾ 1000 രൂപ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാറ്റി വെച്ചാൽ ഞാൻ അത് ആ മാസം കുറച്ച് ടൈറ്റ് ആയിട്ട് മാറും. എന്റെ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും. ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരും ചെയ്യുന്നു, ഇനിയിപ്പോ അതുകൊണ്ട് നമ്മൾ ചേരാത്തോണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്കിത് സാധിക്കില്ല.
എന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. കാരണം എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് പറഞ്ഞിട്ട് ഒരു 1000 രൂപ മാറ്റി വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ഞാൻ ഒരു ബെനിഫിറ്റ് ഉണ്ട്, ശരിയാണ്. പക്ഷെ മന്ത്ലി എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്നത്തെ കാര്യങ്ങളുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളുണ്ട്, ട്രാവലിംഗ് ഉണ്ട്. അത് കൂടാതെ എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് ലോൺസും കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആവും. അപ്പൊ അതെന്ത് ചെയ്തു, കൃത്യക്കേട് വന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ അത് എന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ ബ്രേക്ക് ചെയ്യും, എന്നെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് ഇപ്പോ അത് സാധിക്കില്ല, ഇതാണ് എന്റെ സിറ്റുവേഷൻ. 1000 രൂപ എന്നതിലുപരി അത് അവിടേക്ക് മാറ്റി വെക്കുമ്പോൾ എന്റെ മറ്റ് പല കാര്യങ്ങൾക്ക് ബ്ലോക്ക് വരും. എന്നിട്ട് അവർ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ. കാരണം എല്ലാവരും ചെയ്യുന്നു എന്ന് വിചാരിച്ച് ചെയ്യുന്നെങ്കിൽ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് സഫർ ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിലും ഓക്കെയാണ്. പക്ഷെ ആ സിറ്റുവേഷനിൽ എനിക്കിത് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചത് കൊണ്ട് പിന്നീട് ഓരോ മാസവും എനിക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. പിന്നത്തെ വർഷം അവർ ചോദിച്ചപ്പോ ഞാൻ അത് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആദ്യത്തെ വർഷം ഞാൻ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നത്തെ വർഷം അവരെന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഈ വർഷവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ നോക്കൂ, അല്ലെങ്കിൽ പകുതി 1000 വേണ്ട 500 വേണമെങ്കിൽ ചേർന്നോളൂ. കണ്ടോ, ആ കമ്മ്യൂണിക്കേഷനിൽ തിരിച്ചു വരുന്ന റെസ്പെക്ട് ഒന്ന് നോക്കൂ. 1000 ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, 500 ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാ ചേർന്നോളൂ, കുഴപ്പമില്ല. അപ്പൊ കണ്ടോ, നമുക്ക് കിട്ടിയ തിരിച്ചുള്ള റെസ്പെക്ട് എങ്ങനെയാന്ന് നോക്കൂ. അവിടെ നമ്മൾ ഇത്തിരി സെൽഫിഷ് ആയി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ അവർ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഇയറിൽ അങ്ങനെ ഒരു സിസ്റ്റം കൂടി കൊണ്ടുപോകും. അപ്പൊ സന്തോഷത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നോ പറഞ്ഞു, നമ്മുടെ സിറ്റുവേഷനും പറഞ്ഞു, തിരിച്ച് നമുക്ക് കിട്ടും. അപ്പൊ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് എങ്ങനെയാ നോക്കൂ. ഷീ ഈസ് ഹാൻഡ്ലിങ് ദിസ് മച്ച് തിങ്സ്. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പൊ അവരെന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ചോയ്സ് കൊടുക്കാം. എങ്ങനെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത് നോക്കി നോക്കൂ. ദിസ് ഇസ് ദ വേ ഓഫ് ചോയ്സ് സെൽഫിഷ് എന്ന് പറയുന്നത്. ഇതാണ് ചില സമയങ്ങൾ സെൽഫിഷ് ആയ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്, നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് അതായിരിക്കും. ഇനി മറ്റൊന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഈ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് കുറച്ച് റിസ്ക് ഉണ്ട്, അതിന് കുറച്ച് സ്ട്രെങ്ത് ആവശ്യമാണ്, അതിന് കുറച്ച് ധൈര്യം ആവശ്യമാണ്. കാരണം എനിക്കിത് പറ്റില്ല, എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, ഇപ്പൊ ഇതാണ് എന്റെ സിറ്റുവേഷൻ, ഇതാണ് എന്റെ ആവശ്യം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല എന്ന് ഓർക്കുക. നിങ്ങളൊന്ന് എപ്പോഴേക്കും സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എളുപ്പമല്ല. നോ പറയുന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. അത് ഇത്തിരി ധൈര്യത്തോടു കൂടി ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ കംഫർട്ടബിളിൽ നിന്ന് അതായത് നമുക്ക് ആ ഡിസ്കംഫർട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. ഈ കംഫർട്ടബിളിൽ നിൽക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ റിസ്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ കംഫർട്ടബിൾ അങ്ങനെ നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും, എനിക്ക് ഇഷ്ടമില്ലെങ്കിലും സാരമില്ല, അത് അവർ ചെയ്തോളൂല്ലോ. കാരണം ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ തനിയെ ചെയ്യണം. അപ്പൊ അത് എന്ത് ചെയ്യും, കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് കുറച്ച് ധൈര്യം വേണം. കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്തിരി റിസ്ക് എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. പലപ്പോഴും നമ്മൾ സെൽഫിഷ് ആവാത്തതിന് കാരണം നമുക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് ശ്രമിക്കാത്തതിന്റെ ഒരു കാരണം നമുക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നാൽ മതി. ബ്രെയിനും നമ്മളോട് പറയുന്നത് അതാണ്, നീ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നാൽ മതി, നീ നിനക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നോ പറയണ്ട. പറഞ്ഞാൽ നീ ഡിസ്കംഫർട്ട് ആയിട്ട് മാറും. കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്, എളുപ്പത്തിൽ നോ പറയുക. കാരണം അത് യെസ് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നോ പറയേണ്ടടുത്ത് നോയും യെസ് പറയേണ്ടടുത്ത് യെസും പറയണമെങ്കിൽ ഇത്തിരി ധൈര്യം വേണം, ഇത്തിരി കറേജ് വേണം. അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നത് ഓർക്കുക. ഒന്ന് സെൽഫ് ലവിന്റെ കാര്യം ഓർത്താൽ മതി. വീട്ടിൽ എല്ലാവർക്കും ഒരു ഭക്ഷണം ഉണ്ടാകും, എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കും.
പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്കിത്തിരി കഞ്ഞിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി നല്ലൊരു പാൽച്ചായയാണ് ഇഷ്ടം. പക്ഷെ എല്ലാവർക്കും പാൽച്ചായ വേണം, എല്ലാവർക്കും കാപ്പി മതി. എല്ലാവർക്കും ഉണ്ടാക്കുന്നു, അപ്പൊ അതങ്ങ് കുടിച്ചേക്കാം. പക്ഷെ എനിക്കിഷ്ടം ചായയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഏറ്റവും എളുപ്പം എന്താ? കാപ്പി ഉണ്ടാക്കി അതങ്ങ് കുടിക്കുക. പിന്നെ ചായ ഉണ്ടാക്കണം, ഞാൻ മെനക്കെടണം. അപ്പൊ അത് കംഫർട്ടബിൾ ആണോ? അല്ല. ഇത് തന്നെയാണ് സെൽഫിഷിന്റെ പ്രശ്നവും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടും പീസ്ഫുള്ളോട് കൂടി ഇരിക്കണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം എല്ലായിടത്തും നമുക്ക് യെസ് പറയാൻ പറ്റില്ല. അവിടെ നോ പറയുന്നിടത്ത് നോ പറയണമെങ്കിൽ അവിടെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. നമുക്ക് എന്താ ഇഷ്ടം? ഇതിപ്പോ ഇതുവരെയൊക്കെ അങ്ങനെയൊക്കെ ആയില്ലേ, ഇനി അങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ആലോചിക്കേണ്ടത് ഇത്രയാണ്: ബീയിങ് സെൽഫിഷ് എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ബീയിങ് എന്താ പറയാ, സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അതിന് ഇത്തിരി റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കത് എളുപ്പം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ്സും നമുക്ക് തിരിച്ചൊരു റെസ്പെക്റ്റും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇപ്പോ ചില സമയത്ത് എനിക്കാണെങ്കിൽ പലപ്പോഴും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കാതാവുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് ഇപ്പൊ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുക? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർ തിരിച്ച് നമ്മളോട് ദേഷ്യപ്പെടും, നമ്മളോട് ഇഷ്ടമില്ല, ഒരു ഇഷ്ടമില്ലായ്മ കാണിക്കും. അപ്പൊ അതൊക്കെ എനിക്ക് അവരുടെ മുഖം കാണുമ്പോൾ ഒരു ഫീലിംഗ്, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാലോ, അതവർ കാണിക്കുകയാണെങ്കിൽ കാണിച്ചോട്ടെ, ദാറ്റ് ഡസന്റ് മാറ്റർ. ബിക്കോസ് ഞാൻ ഇന്ന കാര്യത്തിന് വിളിക്കുമ്പോൾ ആ മൊമെന്റിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ, നമുക്കത് മനസ്സിലാക്കാം. പിന്നീട് ഒരു ആവശ്യത്തിന് നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് തോന്നിയ സമയത്താണ് അവർ വിളിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. പ്രത്യേകിച്ച് നമ്മുടെ ജോലികളുടെ കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസിപ്ലിൻ പാലിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദാറ്റ് ഡസന്റ് മാറ്റർ ഫോർ മീ. കാരണം അവിടെ എനിക്ക് സെൽഫിഷ് ആയേ പറ്റൂ, അത് എനിക്ക് കൃത്യമായിട്ട് ലഭിക്കണം. ഇല്ലെങ്കിൽ എന്റെ കാര്യം മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ക്ലിക്ക് ആയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. എവിടെയാണ് ഞാൻ എന്റെ സമാധാനത്തിനും എന്റെ സന്തോഷത്തിനും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു സെൽഫ് ലവ് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഞാൻ അവിടെ സെൽഫിഷ് അല്ല, മറിച്ച് എനിക്ക് കിട്ടുന്നത് ഹാപ്പിനെസ്സും സമാധാനവും ഒക്കെയാണ്. അത് പ്രയോറിറ്റി കൊടുക്കുക. ആ പ്രയോറിറ്റിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പ് കൂടുതൽ ഹെൽത്തിയർ ആയിട്ട് മുന്നോട്ട് പോകും. ആദ്യമൊക്കെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യെങ്കിലും പതുക്കെ പതുക്കെ അതേഴ്സ് വിൽ റിയലൈസ് അസ്. കാരണം നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. അത് അവർക്ക് സമയം കൊടുക്കുക. അവർക്ക് സമയം കൊടുക്കാൻ വേണ്ടി, അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും നഷ്ടപ്പെടാതിരിക്കുക. സോ എൻജോയ് ബീങ് സെൽഫിഷ്. അത് എനിക്ക് പറയാനുള്ളൂ. കുറച്ചൊക്കെ സെൽഫിഷ് ആവുന്നത് സ്വന്തം ഹാപ്പിനെസ്സിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. അത് കണ്ടെത്തുക, അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുത്തത് കൊണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് പ്യുവർ ഇന്റൻഷനോട് കൂടി സെൽഫിഷ് ആവുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഹാപ്പിനെസ്സിനും സമാധാനത്തിനും വേണ്ടി ഇത്തിരി സെൽഫിഷ് ആക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അവിടെ ചിന്തിച്ച് ആലോചിച്ച് സമാധാനത്തോടു കൂടി കൃത്യമായ വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഫീഡ്ബാക്ക് സെക്ഷനാണ്. ആദ്യം ഞാൻ തന്നെ പറയാം. മാജിക് മോർണിംഗ് മാം, ഇതൊരു ക്ലാസ് അല്ലത് തിരിച്ചറിവും കൂടെയാണ് എനിക്ക്. എന്നുവെച്ചാല് ഓഫീസിലാണെങ്കിലും വീട്ടില് നമ്മുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഒരു എല്ലാത്തിനും ഒരു എസ് പറയുകയാണ്. അപ്പോഴത്തേക്ക് അത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിരുന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമ്പം നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ കൂടി മറ്റുള്ളവരെ ഓക്കെ ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കും.
അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും ഇനി ഇപ്പം അടുത്ത കുറച്ചുകൂടെ നമ്മളൊന്ന് സ്വയം ഒന്ന് സെൽഫിഷ് ആവണം, നമ്മുടെ കാര്യത്തിന് കുറച്ചുകൂടെ ഒന്ന് പ്രയോറിറ്റി കൊടുക്കണം. പക്ഷെ വീണ്ടും വീണ്ടും അതിന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. കൂടുതൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോഴെന്തായിരുന്നാലും ഈ ഒരു ക്ലാസ് ഒന്ന് കുറച്ചുകൂടെ എനിക്കൊരു ഒന്നും കൂടെ ഒന്ന് ബലം കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒരു പ്രയോറിറ്റി കൊടുത്ത് നമ്മളെ തന്നെ സ്നേഹിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കാതെ പിന്നെ ആരാ സ്നേഹിക്കണേ? എങ്കിൽ മാത്രമേ ഇനി എനിക്കൊരു യെസ് പറയാൻ കഴിയുള്ളൂ. അത് ഓക്കെ, എനിക്ക് ഇന്നത് വേണം, എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ ചില കാര്യങ്ങൾക്ക്, പക്ഷേ എങ്കിലും മാക്സിമം പ്രയോറിറ്റി എനിക്ക് തന്നെ കൊടുക്കണമെന്നുള്ളത് ഇന്ന് മനസ്സിലായി. ക്ലാസ് നിന്ന് മനസ്സിലായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഷൈനി. ഷൈനി പറഞ്ഞല്ലോ എനിക്ക് അത് കൊണ്ട് പറ്റുന്നില്ല. അതായത് പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അതിൽ വളരെ കംഫർട്ടബിൾ ആണ്. കാരണം നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് നോ പറഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാവും. ഒരു 10 പേരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ചാടുന്നെങ്കിൽ തീർച്ചയായും ഈ 9 പേരും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ നോക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ഒഴിവാക്കാനാണ് നമ്മൾ പലപ്പോഴും എന്ത് പറയുന്നത്, നോ പറയേണ്ടടുത്ത് യെസ് പറയുന്നത്. പക്ഷെ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞോട്ടെ, കാരണം ഇതെന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഇതെന്റെ വീട്ടിലത്തെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ വീട്ടിലത്തെ എന്റെ ഫാമിലിയെ ബാധിക്കുന്ന പ്രശ്നമാണ് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവിടെ നോ പറഞ്ഞിട്ടാണെങ്കിലും അവരൊരു 10 പേരും ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. ലേറ്റർ അവര് റിയലൈസ് ചെയ്യും, ഓ അതന്ന് അവർ ചെയ്തത് കൊണ്ട് അപ്പൊ എനിക്കത് പോലും ചെയ്യാൻ പറ്റിയില്ലെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഡിസ്കംഫർട്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്. എന്തായാലും ഡിസ്കംഫർട്ട് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ചില ക്ലാഷുകളൊക്കെ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ കീപ് ഗോയിങ്. ഷൈനി ഓക്കെ, ഷൈനി പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ചിലർക്ക് മനസ്സിലായി, ബ്രേക്ക് ആവുന്നതുകൊണ്ട് ചിലർക്ക് മനസ്സിലായി എന്നുള്ളത് മാത്രം. നെക്സ്റ്റ് ആരെങ്കിലും വേണമെങ്കിൽ സംസാരിച്ചോളൂ എന്നാണ് ഷൈനി ഉദ്ദേശിച്ചത്. താങ്ക് യു മാം. മാമിന്റെ ഓരോ ക്ലാസ്സും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന്. ഇപ്പോഴും ഒരു വല്ലാത്ത പ്രശ്നത്തിരിക്കുകയായിരുന്നു ഞാൻ. കാരണം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ അദ്ദേഹം മുമ്പേ പോയ ബാച്ചിനെ കുറിച്ച് നമ്മുടെ കോഴ്സിൽ ഇങ്ങനെ എപ്പോഴും അവരെ പൊഴുത്തി പറയും. പിന്നെ നമ്മുടെ ആ ബാച്ചിലുള്ളവർ എന്ത് പറഞ്ഞാലും സാർ അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തേ അവരെ പോലെ ആവുന്നില്ല, അവരെത്ര പെട്ടെന്ന് പഠിച്ചെടുത്തു, ഇങ്ങനെ. അപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തവരെ പോലും സാറ് മോശമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കൂടി ചേർന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ സാറിനെ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങി. വെറുതെ നമ്മൾ കാശ് കൊടുത്ത് ചേർന്നിട്ട് സാറിന്റെ വായിരിക്കും നമ്മൾ കേൾക്കണമല്ലോ, മറ്റുള്ളവരെല്ലാം സാറിന് ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. അപ്പം ഞാൻ സാറിനെ പേഴ്സണലായിട്ട് പറഞ്ഞു, സാർ ഇത്രയൊന്നും പറയേണ്ടില്ലായിരുന്നു, എല്ലാവരെയും നമ്മൾ പഠിച്ചു വരണല്ലേ ഉള്ളൂ, സാർ മറ്റുള്ള ഗ്രൂപ്പുകളെ ഇങ്ങനെ പൊഴുത്തുമ്പോൾ നമുക്കെല്ലാം അത് വളരെ ഡിസ്റ്റർബ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടതും സാറ് നമ്മുടെ ആ ഒറിജിനൽ ഗ്രൂപ്പിൽ കയറി സാർ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ട് ഇട്ടു. നിങ്ങൾ എന്തിനാ താരതമ്യത്തെക്കുറിച്ച് പറയണത്, ചെയ്യല്ല എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു ഇത് ആരോ ചാരന്മാരുണ്ട് നമ്മൾ പറഞ്ഞെല്ലാം കൊടുത്തു എന്ന്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഇടുകയും ചെയ്തു, സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്കത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവരെ മുമ്പ് എനിക്ക് സമ്മതിക്കണമല്ലോ ഞാനാണെന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സംശയിക്കും. അതോടെ സാർ എന്നെ ബ്ലോക്ക് ചെയ്തു. ഭയങ്കര ദേഷ്യം. ഇപ്പൊ എന്ത് ക്ലാസ് എടുത്താലും വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നു. എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ കയറാൻ തോന്നുന്നില്ല. ഇന്നലെ ക്ലാസ്സിൽ പകുതി കയറിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ എനിക്കത് ശരിക്കും സങ്കടമായിരുന്നു. ഇന്ന് മാം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നും അല്ല. ഞാനത് എനിക്ക് പരിചയമുണ്ടായിരുന്നു എന്ന് വെച്ചാണ് ഞാൻ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അത് ഇത്ര വലിയ ഒരു കുറ്റമായിട്ട് സാർ എടുക്കുന്നുവെങ്കിൽ അതെന്റെ കുറ്റമല്ല. അപ്പൊ ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്താൽ എന്തെന്ന് ആലോചിക്കുന്നു. മാമിന്റെ അഭിപ്രായം അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. കൊള്ളാം. See, ഞാൻ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല.
കാരണം അത് അത്തരത്തിലൊരു ടോക്ക് ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അപ്പൊ സാർ അത് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് എന്റെ ഒരു ഗുരുനാഥനെ കണ്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ആ രീതിയിലാണ് എടുത്തതെങ്കിൽ, അദ്ദേഹം ബ്ലോക്ക് ചെയ്തെങ്കിൽ ലെറ്റ് ഹിം ബ്ലോക്ക്. ദാറ്റ്സ് ഓൾ. അത് അവരുടെ ആക്ഷൻ ആണ്. അവര് ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യട്ടെ. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ പുറത്ത് ചാടിയ ചില ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കി? അല്ല, എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എനിക്ക് ഡിസ്കംഫർട്ട് ഫീൽ അല്ലെങ്കിൽ സാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നതിന് പറഞ്ഞതിൽ ഉപരി, അല്ല, എനിക്കത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോറിറ്റി പറയും. എനിക്ക് ആ സമയത്ത് മറ്റു ചില കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിലും, ഇഫ് യു ഫീൽ ഡിസ്കംഫർട്ട്, പിന്നെ ആർക്ക് വേണ്ടി ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്നത്? എനിക്കത് ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി പോരണം. എനിക്കത് ഇഷ്ടമില്ലെങ്കിൽ ഐ വിൽ ലീവ്. ഇഷ്ടമില്ലാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരൊക്കെ ചെയ്യുന്നു, ഞാൻ കാശ് മുടക്കിയത്, അപ്പൊ നമ്മൾ കാശിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, മറ്റുള്ളവർ ചിന്തിക്കും എന്നത്. നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര നല്ല കാര്യമാണെങ്കിലും നമ്മൾ അതിന് ലീവ് ചെയ്യാം. അതല്ല, ഇത് മറ്റുള്ളവരെ അവർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, എന്റെ ആവശ്യം ഇത് പഠിച്ചെടുക്കാൻ മാത്രമാണ് എന്നൊരു ഇന്റൻഷൻ ആണെങ്കിൽ കീപ് ഗോയിങ് എന്നേ ഞാൻ പറഞ്ഞു. എനിക്കിത് പഠിച്ചെടുക്കണം, അതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ പലതും പറഞ്ഞേക്കാം, ചിലർ എന്നെ അവോയ്ഡ് ചെയ്യും, ചിലർ എന്നെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ ഇനി കമന്റുകളൊന്നും എന്റെ ആവശ്യം ഞാനിത് ജോയിൻ ചെയ്ത് പഠിക്കാനാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചെയ്യുക, കീപ് ഗോയിങ്. അതല്ല, എനിക്കിത് വേറെ രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുമെന്നൊരു ചോയ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ലീവ് ദ ഗ്രൂപ്പ് ആൻഡ് ഫൈൻഡ് അനദർ ഓപ്ഷൻ. ദാറ്റ്സ് ഓൾ. അവിടെ നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. രണ്ട് ചോയ്സ് നമുക്ക് എടുക്കാം. പഠിക്കുക മാത്രമാണ് ലക്ഷ്യം, ബാക്കിയുള്ളവരുടെ കമന്റോ റിയാക്ഷനോ ഒന്നും എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഫീൽ ചെയ്ത് നിൽക്കാൻ സാധിക്കുമെങ്കിൽ കീപ് ഗോയിങ്. അതല്ല, ഇത്തരം ഡിസ്റെസ്പെക്ട് എനിക്ക് സാധിക്കില്ല, ഇത് ഞാൻ മറ്റൊരു ഓപ്ഷൻ കണ്ടെത്തി പഠിക്കും എന്നൊരു ധൈര്യം ഉണ്ടെങ്കിൽ ലീവ് ദാറ്റ് ഗ്രൂപ്പ്. രണ്ട് ഓപ്ഷനും നമുക്ക് എടുക്കാം. ബട്ട് യു ഹാവ് താങ്ക് ടു യു ഫീൽ മാം. കംഫർട്ട്. Two താങ്ക് യു options മാം. are. താങ്ക് യു മാം. Choose anything. Okay, okay. മാജിക് മോർണിംഗ് മാഡം. Magic morning. മാഡം പറഞ്ഞത് ശരിയാ, നമുക്ക് മുകളിലുള്ളവരടുത്ത് നോ പറയാൻ വലിയ പാടാണ്. അത് നോ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാവും എന്ന് കരുതി പറയാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഹെൽത്തിനെ തന്നെ ബാധിക്കും എന്നുള്ളത് പ്രധാന പ്രശ്നമാണ്. അത് പിന്നെ അത് അവരെ ഇപ്പൊ തരുന്നൊരു പേരുണ്ട്, അഹങ്കാരം കൂടുതലാണ്. അങ്ങനെ പറഞ്ഞു, നോ പറഞ്ഞു, അഹങ്കാരം കൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ള ഒരു അത് പേടിച്ച് പലയിടത്തും. അത് ഉറപ്പാണ് വേണം. അത് ഇനി ഞാൻ പറയുന്ന രീതിയിൽ മറ്റുള്ളവർ പറയുന്ന രീതി എങ്ങനെയാണെന്നുണ്ട്, എന്റെ രീതിയിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് നമുക്ക് പതിച്ചു തരുന്ന ഒരു പേരാണ്, അഹങ്കാരം കൂടുതലാണ്, അതുകൊണ്ടാണ് അത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ പലതും നമ്മള് മറ്റുള്ളവരടുത്ത് നോ പറയാതെ സഹിച്ച് പോകണം. പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്റെ ഹെൽത്തിനെ ഒരുപാട് അത് ബാധിച്ചിട്ടുണ്ട്. ആരടുത്തും നോ പറയാൻ പറ്റാതെ ഇങ്ങനെ നമ്മളെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയും പോലെ ഒരു ടേബിളിൽ നമ്മൾ ഇരിക്കുമ്പോൾ മാഡം പറയുമ്പോൾ ഒരു കോഫി ഉണ്ടാക്കിയാൽ, നേരത്തെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരാളിന് മറ്റുള്ളവർക്ക് ഉള്ളത് ഉണ്ടാക്കിയിട്ട് ഞാനും അത് തന്നെ കഴിക്കാൻ. ഇപ്പൊ അങ്ങനെയല്ല, അവർക്കുള്ളത് ഇഷ്ടമുള്ളത് അവർക്കുള്ളത് കൊടുത്തിട്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും വീട്ടിലായാലും പുറത്തുള്ളവരടുത്തായാലും ഒരു നോ പറയേണ്ട ധൈര്യം ചിലയിടത്തൊക്കെ പറയാറുണ്ട്, പക്ഷെ എല്ലായിടവും പറയാനുള്ള ഒരു ധൈര്യം കിട്ടാറില്ല. വീട്ടിനകത്ത് പറയും, പക്ഷെ പുറത്ത് പറഞ്ഞാൽ ഈ ഒരു പേര് ഉറപ്പായിട്ടും കിട്ടും. അതൊരു മനസ്സമാധാനക്കേടാണ്. അതിലും നല്ലത് ഇങ്ങനെ പോണതാണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ പോണതാണ് കൂടുതലും ചെയ്യണം. മാഡം പറയും പോലെ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ആ സമയത്തുണ്ടാവുന്ന ഒരു ഇതേ ഉള്ളൂ, അത് കഴിയുമ്പം നമ്മൾ കംഫർട്ടാണ്. അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. ധൈര്യം വേണം, പക്ഷെ അത് കുറച്ച് കുറവാണ് മാഡം. പലയിടത്തും ധൈര്യ കുറവാണ് ഒരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. മാഡത്തിന്റെ ക്ലാസ്സിൽ നോ പറയാനുള്ള ഒരു ഇത് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പൊ കുറച്ചുകൂടി ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ലേ മാഡം? നോ പറയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു പേര് നമുക്ക് പതിച്ച് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് പതിച്ച് അതങ്ങനെയാണെന്നാണ് കിട്ടുമ്പോൾ ഞാൻ. നമുക്കത് അങ്ങനെ, അതെ അതെ, അതായത് പതിച്ച് കിട്ടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ആ ഡിസ്കംഫർട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. നമുക്ക് അവരോട് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇത്തരത്തിലുള്ള അഹങ്കാരി എന്നുള്ള പേര് ഞാൻ കേൾക്കണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവരിത് പറഞ്ഞോട്ടെ, അത് അവരുടെ വേ ഓഫ് തോട്ടും അവരുടെ വേ ഓഫ് വേർഡ്സും ആണ്. അത് അവർ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഞാൻ അങ്ങനെയാണോ എന്നുള്ളത് ഞാനാണ് ചിന്തിക്കുന്നത്. ഇത്തിരി അഹങ്കാരമൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം.
അപ്പൊ നോ പറയുമ്പോൾ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും, അതായത് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇല്ലെങ്കിൽ ഒരു അഹങ്കാരമാണ്. ശരി, നിങ്ങൾ അപ്പൊ വേണമെങ്കിൽ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കും, എന്താണ് ഈ അഹങ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് അവരോട് ചോദിക്കാം. അപ്പൊ അവരെന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയട്ടെ. അപ്പൊ ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദാറ്റ്സ് അപ്പോൺ ഡെം. അവരാണോ അപ്പൊ വേർഡ് ഉപയോഗിച്ചത്, ഞാനല്ലല്ലോ. അപ്പൊ നമുക്കിതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ നമുക്കത് നിന്ന് കൊടുക്കാനും താല്പര്യമില്ല. കാരണം നമ്മൾ ആ കംഫർട്ടബിൾ അങ്ങനെ അഹങ്കാരം എന്ന് വിളിക്കേണ്ട ആ വാക്ക് ഞാൻ കേൾക്കണ്ടല്ലോ. കാരണം കേട്ട് കഴിഞ്ഞാൽ ഡിസ്കംഫർട്ട് ആവും. അപ്പൊ സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വയം സെൽഫിഷ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. അത് ചെയ്യുമ്പോൾ ഇത്തിരി ഡിസ്കംഫർട്ട് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ ഡിസ്കംഫർട്ടിലൂടെയൊക്കെ നടക്കണം. അത് നടക്കുമ്പോഴേ നമുക്ക് കിട്ടേണ്ട റെസ്പെക്ട് അവർ തരികയുള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോ ഇതിനാണ് പ്രയോറിറ്റി, ഇത് കഴിഞ്ഞിട്ട് അത് നോക്കണമെങ്കിൽ നോക്കാം, അപ്പൊ ഞാൻ ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, പ്രശ്നമില്ല, എനിക്കിപ്പോ ഇത് ചെയ്ത് തീർക്കേണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ സാധിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ആ കംഫർട്ടബിൾ സോൺ അങ്ങനെ സുഖമായിട്ട് ഇരുന്ന് പോവാണ്. നമ്മുടെ ബ്രെയിനും പറയും, നീ എന്തിനാ ഇത് പറയാൻ നിൽക്കുന്നത്, പറഞ്ഞാൽ അവർ കുറെ അഹങ്കാരി, പിന്നെ നീ അതെടുത്ത് എന്റെ തലയിൽ വെക്കും, പിന്നെ ഞാൻ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരാം, എന്തിനു മെനക്കെട്ടുന്ന, യെസ് അങ്ങ് പറഞ്ഞോളൂ, പ്രശ്നം തീർന്നല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അതാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ബ്ലോക്കുകൾ തീർക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. താങ്ക് യു. ഹായ്, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ബഷീർക്ക. നല്ലൊരു ക്ലാസ്. ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. അതാണ് അങ്ങനെ പുസ്തകം തന്നെ ഉണ്ടല്ലോ. അതെ, നല്ല. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ അത്യാവശ്യം കോംപ്രമൈസ്, ഇപ്പം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. എൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന കേസാകുമ്പോൾ ഞാൻ ഷുവറായിട്ട് പോയി. കാരണം മോർണിംഗിലും ആരെങ്കിലും എന്നെ വിളിച്ചാൽ പറയും, എൻ്റെ മോർണിംഗ് റിച്വൽസ് 1 hour 2 hours ഉണ്ട്, അത് ഒഴിവാക്കിയിട്ട് ഞാൻ എവിടെയും പോകില്ല. ഞാൻ പറയും, എനിക്ക് ഇന്ന് രാവിലത്തെ പരിപാടികളുണ്ട്, അത് കഴിയാതെ ഞാൻ വരില്ല. കാരണം അത് നമുക്ക് ഇപ്പോൾ 1 മണിക്കൂർ നേരത്തെ നമ്മളുടെ ഈ പരിപാടികളൊക്കെ നമ്മളെ അടുത്ത 23 hours ഫ്യൂവലാണ് വണ്ടി ഓടാനുള്ള. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദിവസം വേസ്റ്റ് ആവും. പിന്നെ രാത്രി ഉറക്കിന്റെ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റാ. 10 മണിക്ക് ശേഷം എനിക്ക് ഫോൺ വന്നാൽ ഞാൻ എടുക്കാറില്ല. എന്നെ അറിയുന്ന സർക്കിളിൽ ആരും 10 മണിക്ക് ശേഷം വിളിക്കൂല. അപ്പൊ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അത് പ്രശ്നമില്ല. ആദ്യം പറയുമ്പോഴാണ് ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അയാൾ എന്താ അങ്ങനെ ഇങ്ങനെ. പിന്നെ നമ്മളെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അങ്ങനെ പോയിക്കോളും. അപ്പൊ നമ്മളെ ചില കാര്യത്തിൽ സെൽഫിഷ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അതിന് വില കൊടുക്കേണ്ടി വരും. അപ്പൊ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ, മാം, താങ്ക് യു, ഇറ്റ്സ് വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു ബഷീർ പറഞ്ഞ കേട്ടോ. രാവിലത്തെ 1 മണിക്കൂർ അത് എന്റെ ബാക്കിയുള്ള 23 മണിക്കൂറിലേക്കുള്ള എന്റെ ഫ്യൂവലാണ്. അത് ആ സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഞാൻ അത് പറയും, എനിക്കത് ആ സമയത്ത് പറ്റില്ല എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും, എല്ലാരും പറയും, ബഷീർക്കാനെ രാവിലെ ആ സമയത്ത് വിളിക്കണ്ടേ, പുള്ളി വരൂട്ട, കാരണം പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അവരത് ആക്സെപ്റ്റ് ചെയ്യും. ശരി, അതിനുശേഷം നമുക്ക് വെക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നറിയോ, ബഷീർക്ക് അത് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും, ബഷീർക്ക് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ബഷീർക്ക് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. 10 മണിക്ക് ശേഷം എന്നെ വിളിച്ചാൽ ഫോണിൽ കിട്ടൂല കേട്ടോ. അപ്പൊ എല്ലാരും പറയും, ബഷീർക്കെ വിളിക്കണേ 10ന് മുന്നേ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അത്രയും ഫോൺ എടുക്കില്ല. അപ്പൊ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഞാൻ പഠിപ്പിച്ചു. നമ്മളതല്ല, വരുന്നതും പോകുന്നതും കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു വഴി അങ്ങ് വെച്ചു കൊടുക്കും, നമ്മളെ ചവിട്ടി മെതിച്ച് അവർക്ക് പോവുകയും ചെയ്യും. അപ്പൊ കൃത്യമായ കാര്യം പറയുമ്പോൾ എന്ത്, അപ്പൊ പിന്നീട് പറയുന്നത് എന്താ അറിയാം, ആദ്യമൊക്കെ അവര് പറയും, എന്താ ഇപ്പൊ രാവിലെ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചാൽ എന്താ കുഴപ്പം. പക്ഷെ പിന്നീട് അവർ പറയുന്നത് എന്തേന്നറിയോ, ആ ബഷീർക്കയുടെ ആ രാവിലത്തെ ഒരു റുട്ടീനാണ് ബഷീർക്കെ ഈ ഒരു പ്രായത്തിലും ഇത്ര ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നത്. അതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നൊക്കെ പറയും. പിന്നെ അന്ന് അവർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് അങ്ങനെയാണ്. കാരണം എന്താ, ബഷീർക്കയുടെ കാര്യം പറഞ്ഞു, സോറി എന്നെ ആ സമയത്ത് നോക്കണ്ട എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ നോ പറയേണ്ടടുത്ത് എന്ത് ചെയ്യും, യെസ് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട്. അതാണ് നമുക്ക് കംഫർട്ടബിൾ. മറ്റേത് ഡിസ്കംഫേർട്ടാണ്. ആദ്യമൊക്കെ ചില കോളുകൾ മിസ്സാവും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സോ ട്രൈ ദാറ്റ് വൺ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഡിസ്കംഫേർട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അതൊരു പക്ഷെ നിങ്ങൾക്ക് ബി മാജിക്കിൽ നിന്ന് തന്നെ ഓവർകം ചെയ്യേണ്ട പല ടിപ്സുകളും കിട്ടിയിട്ടുണ്ടാവും.
അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഹെൽത്തിന്റെ കാര്യങ്ങളിലൊക്കെ ആ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാൻ പഠിക്കാൻ നമുക്കാണെങ്കിലും നമ്മളിത് പറയണം. ചില ഭക്ഷണം കാണുമ്പോൾ അവിടെ നോ പറയണമെങ്കിൽ നോ തന്നെ പറയാം. ചില സമയത്ത് നമുക്കത് കഴിക്കാൻ തോന്നും, അത് വേണ്ട, നോ. അത് നമുക്ക് കഴിക്കണമെന്നുണ്ടാവും, പക്ഷെ കഴിച്ചാൽ ഇന്ന പ്രശ്നം. അപ്പൊ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി സെൽഫിഷ് ആവണം. അവിടെ കഴിക്കണ്ട എന്നുള്ളത് എന്തായാലും കഴിക്കുക തന്നെ വേണ്ട. ഇരിക്കുമ്പോ ഇങ്ങനെ കഴിക്കാൻ തോന്നും എണ്ണ പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പൊ ഒന്ന് കഴിക്കുമ്പോൾ തോന്നും ഒന്നുകൂടി കഴിക്കണം. അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് നോ പറഞ്ഞ് പഠിക്കുക. നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോ നമുക്ക് നോ പറയാനും യെസ് പറയാനും എളുപ്പമുണ്ട്. നോക്കാം, ട്രൈ ചെയ്യാം. മാജിക് മോർണിംഗ്. മാജിക് മണി മനസ്സിലായി. നമ്മളെ സന്തോഷം, നമ്മളെ മനസ്സമാധാനം തന്നെയാണ് ഏറ്റവും വലുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യണം. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. പിന്നെ നമ്മളെ ഇന്റൻഷൻ കറക്റ്റ് ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം എന്നുള്ള. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിച്ചോട്ടെ, നമ്മളെ ഇന്റൻഷൻ നല്ലതാണോ അത് ശരി, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. അപ്പം ഇപ്പം മാമിന്റെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ സ്വന്തം ആരോഗ്യവും സമാധാനം നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായത്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാം, അതുപോലെ തന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ അവരെ നമ്മളിൽ റെസ്പെക്ട് വരുന്ന രീതിയിൽ നമുക്ക് പെരുമാറേണ്ടി വരും. അത് ചില സമയത്ത് നമ്മൾ രാത്രി 10 മണിക്ക് ശേഷം വീട്ടിൽ പോകാനുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടാവില്ല. പിന്നീട് അവർ പറയും, മൂപ്പര് ഫാമിലി മാനെ പോയിക്കോട്ടെ, നമുക്ക് വേറെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കും. അപ്പം ബഷീർ സാർ പറഞ്ഞ മാതിരി നമ്മളെ പ്രയോറിറ്റി മെഡിറ്റേഷൻ ആയാലും എന്തായാലും ശരി, അത് കഴിഞ്ഞിട്ട് ഉള്ള ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയുന്നതും യെസ് പറയേണ്ടടുത്ത് യെസ് പറയുന്നതും ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഹലോ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇനി പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടുക. അപ്പോഴിന്ന് നമ്മൾക്ക് വേണ്ടി ദ ജോയ് ഓഫ് ബീങ് സെൽഫിഷ് എന്ന വളരെ ചിന്തിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള വിഷയത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് വേണ്ടി എടുത്ത പ്രവീണ മാമിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിലെ എല്ലാ മെമ്പേഴ്സിനോടും, ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.